തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കുള്ള ഓക്സിജൻ സിലിണ്ടറിന്റെ വിതരണം മുടങ്ങി. പണമടയ്ക്കാത്തതിനെ തുടർന്നാണ് വിതരണം മുടങ്ങിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടത് 3 ലോഡ് ഓക്സിജൻ സിലിണ്ടറുകളാണ്. ഇത് വിതരണം ചെയ്യുന്നതാകട്ടെ സതേൺ ഗ്രൂപ്പ്സ് എന്ന സ്ഥാപനവും. സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന ഇനത്തിൽ സ്ഥാപനത്തിന് 5 ലക്ഷം രൂപയാണ് അധികൃതർ നൽകാനുള്ളത്. പണം നൽകിയില്ലെങ്കിൽ വിതരണം നിലയ്ക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സതേൺ ഗ്രൂപ്പ്സ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കത്തയച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അധികൃതർ നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയത് 3 ലോഡ് സിലിണ്ടറുകൾക്ക് പകരം 1 ലോഡ് സിലിണ്ടർ മാത്രമാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് 1 ലോഡ് സിലിണ്ടർ വിതരണം ചെയ്തതെന്നും തുടർന്ന് പണമടച്ചില്ലെങ്കിൽ മുഴുവൻ സിലിണ്ടറുകളും വിതരണം ചെയ്യുന്നത് നിലക്കുമെന്നും സതേൺ ഗ്രൂപ്പ് അറിയിച്ചു. വാർത്ത പുറത്തു വന്നതോടുകൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ മുറി ഉപരോധിച്ചു. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും തമ്മിൽ ചർച്ച നടത്തി. പോലീസ് സ്ഥലത്തെത്തി എസ്മ പ്രകാരം കേസെടുക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഓക്സിജൻ സിലിണ്ടറുകളുടെ വിതരണം പുനഃസ്ഥാപിക്കാമെന്ന് ഉറപ്പു നൽകിയത്. രോഗികൾക്ക് ലഭ്യമാകേണ്ട ജീവവായു പോലും നിലച്ച അവസ്ഥയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. എന്നിട്ടും അധികാരികൾ ഉറക്കം നടിക്കുകയാണ്. എന്നാണ് ഈ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുക? ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.